പിന്നെ വന്നിട്ട് ലൈസൻസ് കിട്ടിയത് 2025 ആയിരുന്നു. ഒന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി 25. ഓ ആവും അത് പൊളിച്ചായിരുന്നു അല്ലേ? 2025 സൂപ്പറായിരുന്നു. 2025 എല്ലാ വർഷത്തെക്കാലം ഗൾഫ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നല്ല പോസിറ്റീവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെമിവാസ്. ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് UAE ബോർഡർ ആയിട്ടുള്ള ഹത്തയിൽ വെച്ചാണ്. ഇപ്പോൾ സമയം 4 മണി. ഷാർജയിൽ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര തുടങ്ങാമെന്ന് വെച്ചു. ഓക്കെ, ഇത് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട ബാക്കിയുള്ളവരെല്ലാവരും റാസൽ ഹൈമിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പിന്നെ അവിടുത്തെ തിരക്ക് കാരണം അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ പോകാനും പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് നല്ല ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഹത്തയിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹത്തയിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്ഥലം സെറ്റായിരിക്കുന്നത്. ആക്ച്വലി ഇത് വൈഡ് സൈഡ് തന്നെയാണ്, പക്ഷെ അങ്ങോട്ടുള്ള സ്ഥലം ഓൾമോസ്റ്റ് ഫുള്ളായി. അപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല. ഫുഡ് പാർസൽ വാങ്ങിച്ചതാണ്. പക്ഷെ ഒന്ന് രാത്രി നല്ല തണുപ്പാണ്. ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം 6 മണി 7 മണി ആവുന്നേ ഉള്ളൂ. 12 മണിയാകുമ്പോഴേക്ക് നല്ല തണുപ്പാവും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഒന്ന് ജസ്റ്റ് തീയിലിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫയർ വർക്ക്സ് നടക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഈ ഹത്താന്ന് എഴുതിയ ഇതൊരു മൗണ്ടൻ്റെ മുകളിലാണ് ഈ ഹത്താന്ന് എഴുതിയിട്ടുള്ളത്. അവിടെയാണ് ഫയർ വർക്ക്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിലായിരിക്കുന്നത് ഇവിടെയാണ്. ഫിൽസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോ ആക്കാൻ വേണ്ടിയിട്ട്. ഫിൽസൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് ഡ്രോയിങ് കളറിങ് അല്ലേ? ഫിൽസ ഇങ്ങനെ തിങ്ക് ചെയ്യാണ് തീം കിട്ടാതെ എന്ത് തീമാണ് വേണ്ടതെന്നുള്ളത്. ഷെമീല കാര്യമായിട്ട് എന്തോ ചെയ്യേണ്ട പരിപാടിയിലാണുള്ളത്. ഇല്ല, ഞങ്ങൾ നേരത്തെ ഇരുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുറച്ചും കൂടി നമുക്ക് അടുത്ത് ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്നത്. സമയം ഏകദേശം 9 മണിയായി. നല്ല തണുപ്പായി തുടങ്ങി. ഞങ്ങൾ ചെറിയ തീയൊക്കെ ഇടുമ്പോഴേക്കും അവിടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഫിൽസാന്റെ ഡ്രോയിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഷെമില, 2025 നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2025 അൽഹംദുലില്ലാ നല്ലൊരു വർഷമായിരുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മുടെ വീട് പണി ഏകദേശം സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. സ്ട്രക്ചർ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇൻഷാ അല്ലാഹ് പണി ഇനിയും നടക്കാനുണ്ട്. പിന്നെ വന്നിട്ട് ലൈസൻസ് കിട്ടിയത് 2025 ആയിരുന്നു. പിന്നെ നമ്മുടെ ഓഫീസ് മാറിയത്, ദേറയിലുണ്ടായിരുന്ന ഓഫീസ് ചെറിയൊരു ഓഫീസിൽ നിന്ന് ഷെയ്ഖ് സായദിലൊരു നല്ലൊരു ഓഫീസിലേക്ക് മാറിയതും 2025 ആയിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു 2025? എനിക്ക് കുറച്ച് നീ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നീ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീടിന്റെ സ്ട്രക്ചർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ 2026 അതിന്റെ ബാക്കി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, എൻ്റെ ജോലി മാറി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ എനിക്കൊരു ജോലി ലഭിച്ചു. അതും 2025 Adam finally spoken really good English and Malayalam in 2025. After many years, I finally met Abudi and we went to India, and then finally Bapa gets to meet his mama and I get to meet my cousins. തണുപ്പ് അതികഠിനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഒരു സുലൈമാനിയൊക്കെ അടിച്ചിരിക്കുമ്പോഴേക്കും സുനിൽ ചേട്ടനും ചാൾസ് ബ്രോ ഫാമിലിയൊക്കെ വന്നു ചേർന്നു. പിന്നെ ഓരോരുത്തരെയും പിടിച്ച് കണ്ണൊക്കെ അടച്ചുകൊണ്ട് ന്യൂ ഇയർ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ആ വലയിലേക്ക് ചാടിച്ച്. ശരിക്കും ആ വലയിൽ നമുക്ക് കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും നമുക്ക് നടക്കുമ്പോഴൊക്കെ പേടിയാണ്. കാരണം നെറ്റാണ്, അതിൻ്റെ അടിയിൽ വലിയ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അടുത്തത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലിയായിട്ടുള്ള ലവ്ലി ചേച്ചിന്റെ ഊഴമായിരുന്നു.
മതി ഓക്കെ സമാധാനായില്ലേ ഞാൻ പോട്ടെ നിങ്ങൾ കൈ വിടാനോ? ഇല്ല പിന്നെ താഴോട്ട് കടണ്ട എനിക്ക് അയ്യോ മാറ് ഇനി ശരിയാവില്ല ഇവിടെ ഒന്ന് സമയം 12 മണിയായി. അങ്ങനെ ന്യൂ ഇയറിന്റെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. ലല ചേച്ചി 2025 ലവ്ലി ചേച്ചിക്ക് ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി 25. ഓ ആവും, അത് പൊളിച്ചായിരുന്നു അല്ലേ? രണ്ട് എന്റെ പപ്പി പ്രസവിച്ച് അതിൻ്റെ അതാണ് ഞാൻ ആദ്യത്തെ ഈ രണ്ടും എനിക്ക് മറക്കാനാവാത്ത രണ്ട് അനുഭവങ്ങളാണ്. 2025 സൂപ്പറായിരുന്നു. 2025 എല്ലാ വർഷത്തെക്കാലം ഗൾഫ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നല്ല പോസിറ്റീവാണ്. 2025 നല്ല ഫാമിലിക്ക് നല്ലതായിട്ടാണ് വന്നേക്കണത്. കുറച്ച് നല്ല ബന്ധങ്ങൾ കിട്ടി, കുറച്ച് പുതിയ ബന്ധങ്ങൾ കിട്ടി. വേറെ ബന്ധങ്ങളൊന്നുമല്ല, ഫ്രണ്ട്സ് ബന്ധങ്ങൾ കിട്ടി, അങ്ങനെയുള്ളത്. പിന്നെ ലവ്ലി പറഞ്ഞ പോലെ വെഡിങ് പിണങ്ങിയിരുന്നവരെല്ലാം ഇണങ്ങി, പിണക്കങ്ങളെല്ലാം മാറ്റി, വിരോധങ്ങളെല്ലാം മാറ്റിയെടുത്ത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഓണത്തിന് നമ്മള് ആദ്യമായിട്ട് കപ്പിൾ ഡാൻസ് ചെയ്ത് അത് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ അങ്ങനെ. പിന്നെ അതുപോലെ വെഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ഒരു മാന്യമായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. മനസ്സിലുണ്ടെങ്കിലും രാവിലെ 5 മണിയോട് കൂടി ഞങ്ങൾ ഹത്തയിൽ നിന്നും യാത്ര തിരിച്ചു. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് കാണിക്കുന്നതെങ്കിലും ചെറിയ വിൻഡൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ 8 അല്ലെങ്കിൽ 9 ഡിഗ്രിയുടെ തണുപ്പ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ 1-ാം തീയതി നാളെ ഷാർജ ലൈവ് മാർക്കറ്റിൽ നിന്നും ഒരു ഫുൾ മട്ടനൊക്കെ വാങ്ങിച്ച് അത് ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.